വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹം നിർത്തെ എല്ലാ ദൈവക്കും അറിയിക്കുന്നു. ഈ പ്രഭാസമയം ദൈവക്കുമായിട്ട് ഷെയർ ചെയ്ത ദൈവന്റെ മനസ്സിലേക്ക് തന്ന വാക്യം മലാക്കി 1:8. നിങ്ങൾ കണ്ണു പൊട്ടിയതിനെ യാഗം കഴിപ്പാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ല. നിങ്ങൾ മുടന്തും ദീനമുള്ളതിനെ അർപ്പിച്ചാൽ അതും ദോഷമല്ല. അതിനെ നിങ്ങളുടെ ദേശാധിപതിക്ക് കാഴ്ചവെക്കുക. അവൻ പ്രസാദിക്കുമോ, നിന്നോട് കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട വാക്യ പ്രഭാതത്തെയും നമ്മുടെ ജീവിതത്തിൽ തന്നതിനായി സ്തോത്രം ചെയ്യാം. ഈ ഒരു വാക്യം വായിക്കുമ്പോൾ തന്നെ ഈ നാളുകളിൽ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, ദൈവത്തിന്റെ മക്കളായി നിൽക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായത് തന്നെ ദൈവത്തിന് വേണ്ടി അർപ്പിക്കണമെന്ന് കർത്താവ് വ്യക്തമായിട്ട് ഈ ഒരു വാക്യത്തിലൂടെ ഇടപെടുക അല്ലേ. കാരണം ഈ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്സാണ്. കാരണം ദൈവസന്നിധിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ എങ്ങനെയെങ്കിലും ഓക്കെ തട്ടിയും മുട്ടിയും പോയാൽ മതി എന്നൊരു ചിന്തയോടെ നമ്മൾ പലപ്പോഴും പോകുന്നല്ലേ. കാരണം ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തന്നെ പലപ്പോഴും നമ്മൾ ദൈവമക്കളെ നമ്മളെല്ലാവരും ചർച്ചിൽ പോകാറില്ലേ. ചിലർക്ക് ചില രാജ്യങ്ങളിൽ സൺഡേ വർഷിപ്പുണ്ട്, ചില ഡിപ്പെൻസ് ചില ഗൾഫ് കൺട്രിയിലെല്ലാം ഫ്രൈഡേ ആണ് ഓഫ്, ഫ്രൈഡേ ആണ് ചർച്ചിൽ പോകുന്നത്. അപ്പം ഡിപ്പെൻസ് ഓരോ ഡേയ്സ് ഒന്നീ ഫ്രൈഡേ അല്ലെ സൺഡേ നമ്മൾ ചർച്ചിൽ കടന്നു പോകാറില്ലേ. നമ്മൾ നമ്മളെ തന്നെ തിരിഞ്ഞു നോക്കണം. നമ്മൾ എങ്ങനെ നമ്മുടെ ചർച്ചിലേക്ക് കടന്നു പോകുന്നത്? ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ അല്ലെ, അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ തന്നെ നല്ല വസ്ത്രങ്ങൾ ഇട്ട് നല്ല വൃത്തിയായി നീറ്റായി തന്നെയാണോ നമ്മൾ നമ്മുടെ ചർച്ചിലേക്ക് കടന്നു പോകുന്നത് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. അതേ സമയത്തിന് നമ്മളൊരു കല്യാണത്തിന് കടന്നു പോകട്ടെ, ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഡ്രസ്സും അല്ലെങ്കിൽ ഡ്രസ്സ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ പുതിയ തന്നെ മേടിച്ച് അല്ലെ നമ്മൾ ആ കല്യാണത്തിൽ കടന്നു പോകാറുണ്ടല്ലേ. പക്ഷെ പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത് ശ്രേഷ്ഠമായ രീതിയിലാണോ, അല്ലെങ്കിൽ ദൈവ മകൾ എന്ന ഒരു ക്വാളിഫിക്കേഷന് ആ ഒരു രീതിക്ക് അനുസരിച്ച് തന്നെയാണോ, അല്ലെ ദൈവത്തിന്റെ മകൾ എന്നൊരു നമുക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു താലന്ത് കർത്താവ് തന്നിട്ടുണ്ടല്ലേ, ഒരു പേര് അല്ലെ. ആ പേരിനനുസരിച്ച് ദൈവത്തിന്റെ മക്കളായി തന്നെയാണോ നമ്മൾ ഈ ദിവസം നടക്കുന്നതെന്ന് നമ്മൾ വ്യക്തമായി നമ്മളെ തന്നെ ചിന്തിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു മിസ്റ്റേക്സ് എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ദൈവസന്നിധി അർപ്പിക്കുന്ന കാഴ്ചകൾ അല്ലെ, അല്ലെങ്കിൽ ദശാംശങ്ങൾ നമ്മൾ പലപ്പോഴും ജസ്റ്റ് എക്സാമ്പിൾ പറയാം, നമ്മളെല്ലാവരും മാക്സിമം ഒരുപാട് എല്ലാവരും സാലറി മേടിക്കുന്നവരല്ലേ, 4 അക്കം 5 അക്കം അതിന് എക്സെട്ര ഡിപ്പെൻഡ് അപ്പോൺസ് ഓരോരുത്തരുടെ ജോലി അല്ലെങ്കിൽ അവരുടെ പഠിത്തം അതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്ത് എല്ലാവരും സാമ്പത്തികമായിട്ട് ഉയർച്ചയിൽ നിൽക്കുന്നവരാ. പക്ഷെ ദൈവസ്ഥാനത്തിലേക്ക് നമ്മൾ എന്തുമാത്രം നമ്മുടെ ദശാംശത്തെ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി ദൈവനാമത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട് എന്ന് ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ നമ്മൾ തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഭവനം, വാഹനം അല്ലെ, കുടുംബജീവിതം, അതേപോലെ ജോലി, എല്ലാം സകലമായ സ്വത്തും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രയാസവും ഇല്ലാതെ നമ്മളെ നടത്തുമ്പോൾ അതിനനുസരിച്ചുള്ളത് കർത്താവിന് നമ്മൾ കൊടുക്കുന്നുണ്ടോ, ദശാംശമായി നമ്മൾ മാറ്റിവെച്ച് കൊടുക്കാറുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നതിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദശാംശം തന്നെ, അനുഗ്രഹിക്കപ്പെട്ട കാര്യം തന്നെ നമ്മൾ ദൈവത്തിലേക്ക് കൊടുക്കുന്നുണ്ടോ ഈ ദിവസങ്ങളിൽ നമ്മൾ നോക്കുന്നത് നല്ലതാണ്. കാരണം ഇത് പറയുമ്പോൾ തന്നെ ഇടപെടുന്നൊരു കാര്യം, അബ്രഹാം പിതാവ് അല്ലെ, ഈ ലോകത്തിൽ ഒരിക്കലും അബ്രഹാം പിതാവിനെ കമ്പയർ ചെയ്യാൻ വേറൊരു പണക്കാരൻ അല്ലെ, നമ്മുടെയൊക്കെ സ്റ്റൈലിൽ പറയാൻ ഒരു പണക്കാരൻ, ഒരു സമ്പത്തിന് ഉടമ, അതുപോലെ അല്ലെ കർത്താവ് വാഗ്ദത്തം പറഞ്ഞ പോലെ തന്നെ സാമ്പത്തികമായി ഒരുപാട് അനുഗ്രഹിച്ച് ആർക്കും കൗണ്ട് ചെയ്യാൻ വയ്യാത്ത അളവുക്ക് അനുഗ്രഹിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു വ്യക്തി ജീവിതം അബ്രഹാം പിതാവ് അല്ലെ. ആ അബ്രഹാം പിതാവിനോട് കർത്താവ് ചോദിച്ചത് തന്നെ ഏറ്റവും പ്രഷ്യസ് ആയത്, അബ്രഹാം പിതാവിന്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്വന്തം മകനെ ദാനമായി ചോദിച്ചല്ലേ, അല്ലെങ്കിൽ ബലിയായിട്ട് ചോദിച്ചല്ലേ. പക്ഷെ കർത്താവ് അവിടെ യാഗം അർപ്പിക്കാൻ ചോദിച്ചത് ഒരു മടിയും കൂടാതെ അല്ലെ കർത്താവിന്റെ സന്നിധിയിൽ കൊടുക്കാൻ അബ്രഹാം പിതാവ് ഒരുക്കമായിരുന്നു. കാരണം അബ്രഹാം പിതാവിന് അറിയാം എൻ്റെ ലൈഫിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എൻ്റെ മകനാ. ആ മകനെ കർത്താവ് ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാ. കാരണം ഈ കാണുന്ന എല്ലാ സ്വത്തിനും അവകാശങ്ങൾക്കും എല്ലാവിധ എൻ്റെ സുഖ സൗകര്യങ്ങൾക്കും അധിപനായത് അല്ലെ തന്നത് എൻ്റെ ദൈവമാണെങ്കിൽ ആ ദൈവത്തിന് ഏറ്റവും ശ്രേഷ്ഠമായി തന്നെ ഞാൻ കൊടുക്കാൻ ബാധ്യസ്ഥനാ എന്നൊരു മനോഭാവം അബ്രഹാം പിതാവിനുണ്ടായിരുന്നു അല്ലെ. പക്ഷെ ഒരിക്കലും കർത്താവ് അത് റിസീവ് ചെയ്തില്ല. അവിടെയും കർത്താവ് തക്ക സമയത്ത് ഒരു കുഞ്ഞാടിനെ ഒരുക്കി, ഒരു ആടിനെ ഒരുക്കിയല്ലേ തൻ്റെ അബ്രഹാം പിതാവിന്റെ മകനെ രക്ഷിക്കാൻ തക്ക ഇടയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായി തന്നെ കർത്താവിന് കൊടുക്കുക നമ്മൾ ബാധ്യസ്ഥരാ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്ത് നന്മകൾ വന്നാലും ഭൗതികമായിട്ട് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമ്പോഴും അതിനെല്ലാം ഒരു ദശാംശം ഏറ്റവും ഉന്നതമായത്. കാരണം ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നത് നമ്മൾ സ്തോത്രാഴ്ച ഓടാറുണ്ടല്ലേ. കാരണം ആ ഒരു പലപ്പോഴും പല വ്യക്തി ജീവിതങ്ങളിൽ സ്തോത്രാഴ്ചകളല്ല ദൈവത്തിന് കാഴ്ച കൊടുക്കുന്നത് കണ്ടാൽ നമുക്ക് തന്നെ സങ്കടം തോന്നും. ഉള്ളയിൽ ഏറ്റവും കീറിയ നോട്ടും ആരും റിസീവ് ചെയ്യാൻ വയ്യാത്ത രീതിയിലുള്ള സാമ്പത്തികമായ രീതിയിലുള്ള പലരും നമുക്ക് കൊടുക്കുന്നത്. പക്ഷെ അവരെ നോക്കുവാണെങ്കിൽ അവർ ഭൗതികമായിട്ട് വളരെയധികം ഉന്നത സ്ഥാനമുള്ള വ്യക്തി ജീവിതങ്ങളാണ്. എങ്കിൽ പോലും കർത്താവിന് കൊടുക്കുമ്പോൾ അവർ കൈ മടിക്കാറുണ്ടല്ലേ.
അഥവാ ഇച്ചിരി കൂടുതൽ കൊടുക്കേണ്ടി വന്നാലും അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടേ ഇരിക്കും, അയ്യോ അങ്ങനെ കൊടുക്കേണ്ടി വന്നില്ല. പല വ്യക്തി ജീവിതങ്ങളും എൻ്റെ ജീവിതത്തിൽ എനിക്കറിയാം. അതുപോലെ തന്നെ നിങ്ങളും ഈ കേൾക്കുന്ന പല വ്യക്തി ജീവിതങ്ങളും, പലരുടെ മനസ്സിൽ കൂടെ പല വ്യക്തി ജീവിതങ്ങളും ഓടിപ്പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങൾ ഒരു മടി കാണിക്കാതെ ദൈവം തരുന്ന എല്ലാ ഭൗതിക നന്മയ്ക്കും അനുഗ്രഹിക്കപ്പെട്ട് തന്നെ ദശാംശം കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോകണം. കാരണം പലപ്പോഴും നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ദേശാധിപതിക്കോ അല്ലെങ്കിൽ നമ്മൾ അവർക്കോ അല്ലെങ്കിൽ നമ്മുടെ ഹയർ ലെവലിലുള്ളവർക്ക് നമ്മൾ കൊടുത്തു വയ്ക്കുക, അവർ പ്രസാദിക്കുമോ, നമുക്ക് പ്രമോഷൻസ് കിട്ടുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യം എന്നാ, ദൈവത്തെ ഒരു സൈഡിലേക്ക് മാറ്റിവെച്ച് മാനുഷ്യമായിട്ടുള്ള ഹയറിനെ നമ്മൾ പലപ്പോഴും അവരെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കാറുണ്ടല്ലേ. അത് പലപ്പോഴും ഒരു കുറച്ച് നാളത്തേക്ക് നമുക്ക് ഉന്നതി കിട്ടുമെങ്കിലും അതുപോലെ താഴെ പോകുന്ന അനുഭവങ്ങൾ പലപ്പോഴും പല വ്യക്തി ജീവിതങ്ങളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഞാൻ സമ്പാദിക്കുന്നുണ്ട്, ഇഷ്ടം പോലെ സമ്പാദ്യം എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്, പക്ഷെ അത് എതിലേ പോകുന്നു എന്ന് എനിക്കറിയത്തില്ല. എനിക്കതൊന്നും അങ്ങ് ശേഖരിച്ചു വെക്കാൻ പറ്റുന്നില്ല, കാരണം എൻ്റെ കയ്യിൽ ഓട്ടയാ എന്ന് പലരും പല രീതിയിൽ പറയാറുണ്ടല്ലേ. അതിൻ്റെ കാര്യം എന്നാ, കിട്ടുന്നതിൻ്റെ അംശം, ദേശാംശം ദൈവത്തിന് കൊടുക്കാത്ത അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കുറവ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും അങ്ങനെ കുറവുകൾ കടന്നു വരുന്നുണ്ടെങ്കിൽ ദൈവസന്നിധി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മൾ അത് നികത്തുവാണെങ്കിൽ ദൈവം നമ്മളെ ഭൗതികമായിട്ട് അനുഗ്രഹിക്കാൻ ഇടയായിത്തീരും. ഈ വചനത്തെ എല്ലാ ദൈവമക്കളെയും ദൈവം സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വചനത്തിൽ ചുരുക്കുന്നു. ആമേൻ.